ഹലോ മക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീമ സാറാണ്, നിങ്ങളുടെ ഫിസിക്സ് ഫാക്കൽറ്റിയാണ്. ഞാനിപ്പോൾ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളായിട്ട് സംസാരിക്കാനാണ്. മക്കളെ, നമ്മളിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് എത്തിയില്ലേ? അപ്പോൾ പ്ലസ് വണ്ണിൽ എത്തുന്ന സമയത്ത് 90% കുട്ടികൾക്കും പറ്റുന്നൊരു തെറ്റുണ്ട്. ഒന്നല്ല, ഒന്നിലധികം തെറ്റുകളുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതൊക്കെ അറിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ 10ാം ക്ലാസ്സിൽ 10 സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്ലസ് വണ്ണിലേക്ക് എത്തുന്ന സമയത്ത് 6 സബ്ജക്റ്റേ ഉള്ളൂ. അപ്പോൾ ഒരു നോർമലി ഒരു പ്ലസ് വണ്ണിൽ എത്തുന്ന കുട്ടി ചിന്തിക്കും, 6 സബ്ജക്റ്റ് അല്ലേ വരുന്നുള്ളൂ, 10 ഞങ്ങൾ പഠിച്ചു വന്നതല്ലേ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ മക്കളോട് എനിക്ക് പറയാനുള്ളത് രണ്ടും രണ്ടാണ്. എന്താ സാറേ അങ്ങനെ? മക്കളെ, 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഫിസിക്സിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. എത്ര ഉണ്ട്? 7 ചാപ്റ്റേഴ്സാണ് പഠിച്ചത്. എന്നാൽ പ്ലസ് വണ്ണിൽ നിങ്ങൾ 14 ചാപ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ 6 ചാപ്റ്റേഴ്സാണ് ബയോളജി പഠിച്ചത്. എന്നാൽ നിങ്ങൾ പ്ലസ് വണ്ണിൽ 19 ചാപ്റ്റേഴ്സ്, സുവോളജി, ബോട്ടണി അടക്കം 19 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കാൻ പോവാ. എന്നാൽ കെമിസ്ട്രിയിൽ നിങ്ങൾ 7 ചാപ്റ്റർ പഠിച്ചു. പ്ലസ് വണ്ണിൽ എത്തിയ സമയത്ത് ഇനി 9 ചാപ്റ്റർ ആകാൻ പോവാ. മാത്സിലാണെങ്കിലോ 13 ചാപ്റ്റർ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. പ്ലസ് വണ്ണിൽ എത്തുമ്പോൾ 14 ചാപ്റ്റേഴ്സ് ആകാൻ പോവാ. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, സാറേ ഫിസിക്സിലും അതുപോലെ തന്നെ ബയോളജിയിലല്ലേ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടിയത്? ഈ മാത്സ് കെമിസ്ട്രിയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലല്ലോ. പക്ഷേ കണ്ടന്റിന് മാറ്റമുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചതുപോലെയല്ല പ്ലസ് വൺ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ അധിക കുട്ടികളും പ്ലസ് വണ്ണ് കഴിയേണ്ടി വരും. പ്ലസ് ടുവിലേക്ക് എത്തുമ്പോഴാണ് ഒരു സത്യാവസ്ഥ ശരിക്കും മനസ്സിലാക്കുക. സംശയം എന്ത് ചെയ്യുക? നിങ്ങളെ ചേട്ടന്മാരോട് ചേച്ചിമാരോട് ചോദിച്ചു നോക്കിയാൽ മതി. അവർ പറഞ്ഞുതരും എന്താ അവസ്ഥ എന്നുള്ള കാര്യം. അവർ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ പെട്ടുകുത്തിരിക്കുക. പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് അടുത്ത മാസം വരാൻ പോവാണ്, അതിൻ്റെ ടെൻഷനുണ്ട്. അവർ ഒരുപാട് ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മക്കൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല. അതാണ് സാർ ഈ കാര്യം ആദ്യം പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം, നമ്മൾ 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരു സ്വഭാവം ഉണ്ട്. നിങ്ങൾക്കറിയാം, 10ാം ക്ലാസ് ആണ് അല്ലേ? നമ്മൾ ചെറിയ കുട്ടികളാണ്, നമ്മളിങ്ങനെ ഒരു പുഷിങ് ഉണ്ടാവും ബാക്കിൽ നിന്ന്. പക്ഷെ പ്ലസ് വണ്ണിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ കുറച്ച് വലിയ മക്കളായി. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു പുഷിങ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുമോ നമ്മൾ ഒരു വലിയ ആളായല്ലോ, അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതി അല്ലേ? ആ പുഷിങ് ഇല്ലാത്തതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു ചിന്തയാണ്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ അതും മക്കളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് ഇക്വേഷൻസ് മാത്സിലൊക്കെ. ഇനി ഫിസിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട്. 60-ലധികം ഡെറിവേഷൻസ് പഠിക്കാണ്ട്. അപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും, സാർ എന്താ ഡെറിവേഷൻ? ഡെറിവേഷൻ പറഞ്ഞാൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ H=I²RT? ആ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയത്? അതിങ്ങനെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പരിപാടി ഉണ്ട്. അതാണ് ഡെറിവേഷൻ. നല്ല പ്രയാസമാണ്. ചിലപ്പോൾ ടീച്ചർ ഇങ്ങനെ ചെയ്ത സമയത്ത് നമുക്ക് തോന്നും എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ലാന്ന്. പക്ഷെ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചെയ്യാനേ പറ്റില്ല. ഇത് നമുക്ക് ഫിസിക്സിനും അതുപോലെ തന്നെ മാത്സിനും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇക്വേഷനും അതുപോലെ തന്നെ ഡെറിവേഷൻസും. ഇതുപോലെ ബയോളജിയുടെ ടേംസ് ഉണ്ട്. ആ ടേംസ് നമുക്ക് കിട്ടൂല. എത്ര നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ആദ്യം നമുക്ക് ആ ട്രാക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പറ്റുന്നുണ്ട്. ബൈ ഹാർട്ട് സ്റ്റഡി. 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇതുപോലെ പ്ലസ് വണ്ണിൽ ബൈ ഹാർട്ട് പഠിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് അങ്ങനെയല്ല ചോദിക്കുക. 10ാം ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറിയ സമയത്ത് നമുക്ക് നല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ടല്ലേ? പ്ലസ് വണ്ണിലേക്ക് എത്തുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നല്ല രീതിയിൽ മാറാൻ പോവാ. സാറെ പേടിപ്പിക്കുകയാണോ? അല്ല, സത്യാവസ്ഥ പറയാണ്. മക്കൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനാണ് സാർ ഇതൊക്കെ പറഞ്ഞിരുന്നത്. ഇനി ഒന്നുകൊണ്ട് പേടിക്കേണ്ട. മക്കൾക്ക് ഒരു പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ A to Z കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്യൂച്ചർ ടീം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എന്താക്കി വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പ്ലസ് വണ്ണിലേക്ക് എത്താനാവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആകുലതകൾ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ ചിന്തകൾ ഉണ്ടാവില്ലേ? സാർ ഇതെങ്ങനെയാണ് അതെങ്ങനെയാണ് കുറേ സംശയങ്ങളുണ്ടാവും. ഈ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ ചോദിക്കാം. അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങൾ തരും. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.